നമസ്കാരം. NDAക്ക് 400 സീറ്റ്, BJPക്ക് 360-70 സീറ്റ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇറങ്ങും മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച സംഗതിയാണ്. ഭയങ്കര ആത്മവിശ്വാസമായിരുന്നു. എന്നാൽ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴാണ് കാര്യം ചങ്ങായിക്കും ആൾക്കാർക്കും മനസ്സിലായത്. ഇതൊന്നും നടപ്പുള്ള കാര്യമില്ല എന്ന് മനസ്സിലായത്. ഇപ്പോൾ 3 ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇടുത്തി പോലെ മറ്റൊരു കാര്യം കൂടി സംഭവിച്ചിരിക്കുന്നു. എല്ലാ സമയത്തും ഈ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചപ്പോൾ മുതൽ രാജ്യമാകെ ചർച്ചയായ തിരിച്ചടികളുടെ എല്ലാം തുടക്കമായി വിലയിരുത്തപ്പെടുന്ന കെജ്രിവാളിൻ്റെ അറസ്റ്റ്. അതിനുശേഷം കെജ്രിവാളിനെ ഇത്രയും നാൾ ജയിലിലിട്ടു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ഡൽഹിയിൽ നടക്കുന്ന കാലം വരെ അറസ്റ്റിലിടായി അവിടെ അകത്ത് പൂട്ടിയിടാനാണ് അത്ര പരിപാടി ഉണ്ടായിരുന്നത്. എന്നാൽ കെജ്രിവാളിന് ജാമ്യം ലഭിക്കാനുള്ള ചാൻസ് കൂടി വന്നിരിക്കുകയാണ്. ഈ പകുതി ഘട്ടങ്ങൾ കഴിഞ്ഞ സമയത്ത് ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഇനി കെജ്രിവാൾ പുറത്തേക്ക് വരികയാണ്. BJP അകത്ത് പൂട്ടിയിട്ട് ഒന്നും കാര്യമൊന്നുമില്ല, അയാൾ അകത്ത് പൂട്ടിയിട്ട് അഴിമതിൻ്റെ ആളാണ് എന്നൊക്കെ പറഞ്ഞ് അകത്ത് പൂട്ടിയിട്ട് ആശ്വസിച്ച് നിന്നിരുന്ന ഘട്ടത്തിലേക്ക് ഒരു ഇടുത്തി പോലെ കെജ്രിവാൾ ഇറങ്ങി വരാൻ പോവുകയാണ്. കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചിട്ടില്ല. അനുവദിക്കാനുള്ള ലക്ഷണങ്ങൾ കോടതിയിൽ നടന്ന വാദങ്ങളിൽ ലഭ്യമായിരിക്കുന്നു. ഈ ഘട്ടത്തിലാണ് BJP ഇത്രയും നാളുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഒരു കാലം അവസാനിക്കുമ്പോൾ എന്തുകൊണ്ടാണ് BJP ഇങ്ങനെ വർഗീയ വിദ്വേഷവും മുസ്ലിം വിരുദ്ധതയും പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കാൻ രംഗത്തിറങ്ങുന്നത് എന്നുള്ളതിൻ്റെ തെളിവുകൾ നമ്മുടെ മുമ്പിലേക്ക് കിട്ടുക. അതിൽ ഒന്നാമത്തെ തെളിവ്, രാജ്യത്ത് അവരുദ്ദേശിച്ചതുപോലെ 400 സീറ്റ് അയോധ്യ രാമക്ഷേത്രമൊക്കെ പറഞ്ഞു പോയാൽ കിട്ടും എന്നുള്ള അവരുടെ പ്രതീക്ഷയൊക്കെ അപ്പാടെ ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷമാണ് ഒറ്റൊരു പ്രശ്നം മാത്രം, മുസ്ലിം 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 എന്നുള്ള ഒരേ ഒരു വാദത്തിൽ പറഞ്ഞുകൊണ്ട് ആ വാദം മാത്രം മുന്നോട്ട് വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണ ഗാനത്തിൽ പോലും മുസ്ലിം വിരുദ്ധത ആവർത്തിച്ചുകൊണ്ട് ഇവിടെ ഹിന്ദു മുസ്ലിം വിഭാഗീയത ഉണ്ടാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് എന്നെ നേരിട്ട് വോട്ടെടുപ്പിൽ വലിയ ഭൂരിപക്ഷം നേടി എങ്ങനെയെങ്കിലും ഭരണത്തിൽ വരാം എന്നുള്ളതാണ് പുതിയ തന്ത്രം. അതിനിടയിലേക്ക് ഇതാ കെജ്രിവാൾ വരികയാണ്. ഈ വീഡിയോയുടെ അടിസ്ഥാനം കെജ്രിവാളിൻ്റെ വരവോടുകൂടി ഉണ്ടാകാനിടയുള്ള മാറ്റവും ഇതുവരെയുള്ള 3 ഘട്ട തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചത് എന്നും ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പിലെ സീറ്റ് നില എങ്ങനെയാണ് BJPക്ക് പേടിപ്പെടുത്തുന്ന സാഹചര്യം ഉണർത്തിയത് എന്നുമുള്ള പരിശോധനയാണ്. അതിനുശേഷം നിലവിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യം എങ്ങനെയാണ് BJP നേരിടാൻ പോകുന്നത്, അതെങ്ങനെയാണ് BJP പേടിപ്പിക്കുന്നത് എന്നും കൂടിയുള്ള കാര്യം കൂടി ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട്. ആദ്യം കെജ്രിവാളിൽ നിന്ന് തന്നെ തുടങ്ങാം. കെജ്രിവാളിനെ മാറ്റി നിർത്തിയ ഡൽഹി തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ അതിന് അടുത്ത ഹരിയാനയോ അല്ലെങ്കിൽ ഗുജറാത്തിലടക്കം ആം ആദ്മി സീറ്റുള്ള സാഹചര്യമുണ്ട്. ചർച്ചയാക്കപ്പെടുന്ന വിശ്വാസ്യതയുള്ള രാഷ്ട്രീയ പാർട്ടി എന്നുള്ള ലേബലുണ്ട്. ഒപ്പം രാജ്യത്തെ എല്ലായിടത്തും കോൺഗ്രസുമായി സഖ്യത്തിൽ പോകുന്ന, കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഡൽഹിയിൽ അതോടൊപ്പം പഞ്ചാബിൽ ആം ആദ്മിക്ക് വലിയ ശക്തിയുണ്ട്. പഞ്ചാബ് ഭരിക്കുന്നത് അവരാണ്. അവിടെ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മിയുടെ നായകനെ ജയിലിലടച്ചാൽ ഉണ്ടാക്കാനിടയുള്ള നേട്ടമൊക്കെ സ്വപ്നം കണ്ടാണ് അദ്ദേഹത്തെ ജയിലിലടച്ചത് എന്നാണ് വിശകലനങ്ങൾ പുറത്തു വന്നിരുന്നത്. ഈ ഘട്ടത്തിലാണ് അദ്ദേഹം പുറത്തു വരുന്നത്. ഡൽഹിയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തൂത്തുവാരിയ ഡൽഹി ഇത്തവണ എളുപ്പമല്ല. 400ലേക്ക് എത്താൻ അതൊക്കെ ബേസാണല്ലോ, അതുപോലും നടക്കില്ല എന്നുള്ള സാഹചര്യമാണ് ഡൽഹിയിലുള്ളത്. പിന്നെ ഹരിയാനയിൽ നേരിടേണ്ടി വരുന്ന സാഹചര്യം നമുക്കറിയാം. ഒപ്പം പഞ്ചാബിൽ ഇനി കെജ്രിവാളിൻ്റെ വരവ് കൂടി ഉണ്ടായാൽ ഉണ്ടാകാവുന്ന സാധ്യത നമുക്കറിയാം. ഇങ്ങനെ BJPക്ക് വെല്ലുവിളി ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് നമ്മുടെ മുമ്പിലുള്ളത്. പിന്നെ മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യം പറയണ്ടല്ലോ. കടന്നുപോയ UP മുതൽ മഹാരാഷ്ട്ര വരെയുള്ള സാഹചര്യം, ഗുജറാത്തിൽ പോലും കാലിടറുന്ന ഭീതിയാണ് BJP നയിക്കുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. സുപ്രീം കോടതിയിൽ വാദത്തിനിടെ അനുകൂലമായ നിലപാടുകളാണ് കോടതി വിശദീകരിക്കുന്നത്. കെജ്രിവാളിനെ കൊടും കുറ്റവാളിയെ പോലെ ജയിലിലടച്ച് ഇങ്ങനെ സ്ഥിരമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള നിലപാടിലാണ് സുപ്രീം കോടതി ഉള്ളത്. മാത്രമല്ല, ഈ കേസിൽ, മദ്യനയ കേസിൽ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ മാത്രം നടപടിയെടുത്തത് എന്തുകൊണ്ടാണ് എന്നും 2 വർഷത്തിലേറെ ഈ കേസിൻ്റെ നടപടിക്ക് കാലതാമസം നേരിട്ടതിന് ന്യായീകരണമില്ല എന്നും കോടതി ഇന്നലെ നിരീക്ഷിച്ചിരുന്നു. ഇനി നിങ്ങൾ എന്നാണ് വിചാരണ തുടങ്ങുന്നത്? ഇത് ഒരാളുടെ ജീവിക്കാനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട കാര്യം കൂടിയാണ് എന്നും കോടതി ഒരു ചോദ്യം ഉന്നയിച്ചുകൊണ്ട് വിശദീകരിച്ചു. തെരഞ്ഞെടുപ്പ് അടുക്കുന്നു എന്നുള്ള കാരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജാമ്യം അനുവദിച്ചാൽ മറ്റു പല കൊടും കുറ്റവാളികളും ഇത്തരത്തിലുള്ള ആവശ്യങ്ങളുമായി മുന്നോട്ട് വന്നാൽ എന്തു ചെയ്യും എന്നാണ് EDക്ക് വേണ്ടി ഹാജരായ ആൾ ചോദിച്ചത്. എന്നാൽ അതുപോലെയല്ല കെജ്രിവാൾ എന്നുള്ള നിലപാട് കോടതി വിശദീകരിക്കുകയും വരുന്ന ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദീകരണങ്ങൾ ആവശ്യപ്പെടുകയും തുടർ നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും എന്ന് സൂചിപ്പിച്ചു കോടതി. ഈ സാഹചര്യത്തിലാണ് കെജ്രിവാളിൻ്റെ പുറത്തേക്കുള്ള വരവിന് വാതിൽ തുറന്നിടുകയാണ് എന്നുള്ള പ്രതീക്ഷകൾക്ക് കനം വെക്കുന്നത്. ഇടക്കാല ജാമ്യം കെജ്രിവാളിന് ലഭിച്ചാൽ അത് ഉത്തരേന്ത്യയിലാകെ ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കാലത്തെ സ്വാധീനിക്കും എന്നുള്ള കാര്യം
കാര്യത്തിൽ കൂടുതൽ സ്വാധീനിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇടക്കാല ജാമ്യം ലഭിക്കുമെന്നും അത് പ്രചരണത്തിൻ്റെ സ്വഭാവം മാറ്റും എന്നുമുള്ള പ്രതീക്ഷ ആം ആദ്മിക്ക്, പ്രത്യേകിച്ചും ഡൽഹി സംസ്ഥാനത്തെ പാർട്ടി ഘടകത്തിന് കാര്യമായുണ്ട്. ഒന്നാമത് ഡൽഹിയിൽ ഇതുവരെ ഇല്ലാത്ത വിധത്തിലുള്ള ഒരുമ കോൺഗ്രസും നേതൃത്വവും ആം ആദ്മി പാർട്ടി നേതൃത്വവും തമ്മിലുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ മുൻ PCC പ്രസിഡന്റ് BJPയിലേക്ക് ചേർന്നതുകൂടി കണക്കിലെടുക്കുന്നുണ്ട് ആം ആദ്മി. പക്ഷേ കെജ്രിവാളിൻ്റെ സ്വാധീനം, അദ്ദേഹം ജയിലിലാണ്, ഒരു രക്തസാക്ഷി പരിവേഷമുള്ള ആളാണ് എന്നുള്ളത് കൊണ്ടുകൂടി ഈ സാഹചര്യത്തെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ, അനുകൂലമാക്കി മാറ്റാൻ കഴിയും എന്ന് ആം ആദ്മി പാർട്ടി പ്രതീക്ഷിക്കുന്നുണ്ട്. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി സഖ്യം, കോൺഗ്രസുമായുള്ള സഖ്യം നേട്ടമാകുമെന്ന് കരുതുമ്പോൾ തന്നെ ഹരിയാനയിൽ നിന്ന് അപ്രതീക്ഷിതമായ മറ്റൊരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നു. BJPക്ക് അപ്രതീക്ഷിതമായ തിരിച്ചടി ഹരിയാനയിലും ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ഒരു സർക്കാർ ഹരിയാനയിൽ BJP സർക്കാർ ഭരിക്കുകയാണ് എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. കഴിഞ്ഞ തവണ 10 സീറ്റും തൂത്തുവാരിയ BJP ഇത്തവണ ഹരിയാനയിൽ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നേരിടും, അതിൻ്റെ തുടർച്ചയായി ഉണ്ടാകുന്ന ഫലം BJPയെ ഏതു തരത്തിൽ ബാധിക്കും എന്നുള്ള ആശങ്ക BJP ക്യാമ്പിൽ തന്നെ ഉയർന്നിരിക്കുകയാണ്. കാരണം അപ്രതീക്ഷിതമായി ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുന്ന ഘട്ടത്തിലാണ് അവിടെ BJP സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടപ്പെടുന്നത്. സ്വതന്ത്ര MLAമാർ 3 പേർ BJPയുടെ പിന്തുണ പിൻവലിച്ച് കോൺഗ്രസിന് അനുകൂലമായ നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യമാണ്. നേരത്തെ തന്നെ JJPയുമായി അമിത ആത്മവിശ്വാസത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാം എന്നുള്ള നിലയിൽ മുന്നോട്ട് പോയ BJP JJPയുമായുള്ള സഖ്യം അവസാനിപ്പിക്കുന്ന സാഹചര്യം സൃഷ്ടിച്ചു. മാത്രമല്ല തുടർന്നുള്ള ഘട്ടങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം പ്രതിസന്ധി നേരിടുന്ന കാഴ്ച നാം കണ്ടു. JJP BJPക്ക് വെല്ലുവിളിയുമായി ഹരിയാനയിലെ 10 ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നുണ്ട്. 9 കോൺഗ്രസും ഒരിടത്ത് ആം ആദ്മിയും മത്സരിക്കുന്നുണ്ട്. ആം ആദ്മിക്ക് കാര്യമായ സ്വാധീനം അടിത്തട്ടിൽ അവിടെ ലഭ്യമായി കൊണ്ടിരിക്കുന്ന കാലമാണ്. കോൺഗ്രസുമായി സഖ്യത്തിലായി. അങ്ങനെ 10 സീറ്റിൽ വലിയ വെല്ലുവിളി BJP വിരുദ്ധ മുന്നണി, ഇന്ത്യ മുന്നണി ഉണ്ടാക്കുന്നുണ്ട്. ഒപ്പം തന്നെ BJPക്കൊപ്പം ഉണ്ടായിരുന്ന JJP സ്വതന്ത്രമായി 10 മണ്ഡലത്തിലും BJPയുടെ NDA മുന്നണി വിട്ട് മത്സരിക്കുന്നുമുണ്ട് എന്നുള്ളത് NDAയുടെ വോട്ട് ഭിന്നിച്ചു പോവുകയും ഇപ്പുറത്ത് ഇന്ത്യ മുന്നണിയിൽ ഹരിയാനയിൽ BJPക്ക് വിരുദ്ധമായി നിൽക്കുന്ന ഇന്ത്യ മുന്നണി സഖ്യത്തിൽ കോൺഗ്രസും ആം ആദ്മിയും ഒരുമിച്ച് നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളത് BJPയെ പേടിപ്പെടുത്തുകയും ചെയ്യുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് 7 ഘട്ടങ്ങളായിട്ടാണ് നടക്കുന്നത്. 3 ഘട്ടമാണ് ഇതുവരെ കടന്നുപോയിട്ടുള്ളത്. ഈ 543 സീറ്റിൽ 283 സീറ്റിൽ വോട്ടെടുപ്പ് കഴിഞ്ഞു. അതായത് കൂടുതൽ സീറ്റിലും വോട്ടെടുപ്പ് കഴിഞ്ഞു. പക്ഷേ ഇനി ബാക്കിയുള്ള 4 ഘട്ടങ്ങളിൽ അത്രയുമില്ല. 260 സീറ്റുകളിലാണ് ഇനി തെരഞ്ഞെടുപ്പ് നടക്കാനുള്ളത്. 1-ാം ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ BJPക്ക് ആത്മവിശ്വാസത്തിൽ കുറവുണ്ടായി എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗം വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുക. അതിനനുസൃതമായ നിലയിലുള്ള സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യവും ഉണ്ടായിരുന്നു. അവർ തെരഞ്ഞെടുപ്പിനെ നേരിട്ട സംസ്ഥാനങ്ങളാകെ ഗുജറാത്ത്, UP ഉൾപ്പെടെയുള്ള, UPയിൽ പല ഘട്ടങ്ങളായിട്ടാണ് നടക്കുന്നത്. ഗുജറാത്തിൽ ഒറ്റ ഘട്ടമായിട്ട് അവസാനിച്ചു. അവരെ ഏറ്റവും ശക്തമായി പിന്തുണക്കുന്ന സംസ്ഥാനത്ത് പോലും BJPക്ക് ആത്മവിശ്വാസക്കുറവുണ്ടാക്കുന്ന രാഷ്ട്രീയ സാഹചര്യമുണ്ടായി. തിരിച്ചടികളുടെ സൂചനകൾ അവിടെ നിന്ന് ലഭ്യമാകുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മേഖല തിരിച്ച് നമുക്ക് ഓരോന്ന് പരിശോധിച്ച് നോക്കിയാൽ 16 സംസ്ഥാനങ്ങളിലും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് ഇതുവരെ വോട്ടെടുപ്പ് കഴിഞ്ഞത്. എന്നാൽ എല്ലാ ഘട്ടങ്ങളിലും വോട്ടെടുപ്പുള്ള UP, ബീഹാർ, ബംഗാൾ എന്നീ വലിയ സംസ്ഥാനങ്ങളിൽ 3-1 സീറ്റുകൾ പോലും പോളിംഗ് കഴിഞ്ഞിട്ടില്ല. 3 ഘട്ടങ്ങളിലായി ഇതുവരെ നമ്മൾ ഈ കഴിഞ്ഞ ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ 543-ൽ 283 സീറ്റുകളിൽ വോട്ടെടുപ്പ് കഴിഞ്ഞു. ആ ഘട്ടങ്ങളിലായി നടന്ന ഇത്രയും സീറ്റുകളിലേക്കുള്ള സാഹചര്യം എന്താണ് എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഉത്തരേന്ത്യയിൽ ഡൽഹി, ഹരിയാന, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ ഏറ്റവും അവസാനത്തെ 2 ഘട്ടങ്ങളിലാണ് വോട്ടെടുപ്പ്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റും കർഷക പ്രക്ഷോഭവും പ്രധാന ചർച്ചാ വിഷയമാണ്. അതുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ പുറത്തു വന്നാൽ ഭീതിപ്പെടുത്തുന്ന സാഹചര്യമാണ് BJPക്കുണ്ടാവുക എന്ന് പറയുന്നത്. പഞ്ചാബ് ഒഴികെ 3ഇടത്തും കഴിഞ്ഞ തവണ NDA എല്ലാ സീറ്റും തൂത്തുവാരിയിരുന്നതാണ്. പോളിംഗ് നടക്കാനിരിക്കുന്ന UPയിലെ 54 സീറ്റും ബീഹാറിലെ 26 സീറ്റും മൊത്തം ഫലത്തെ സ്വാധീനിക്കാവുന്ന വിധത്തിൽ നിർണായകമായ ശക്തികളാണ്. അതായത് ഇനി കെജ്രിവാൾ വന്നാൽ കെജ്രിവാളിന് സ്വാധീനമുണ്ടാക്കാൻ കഴിയുന്ന, നിലവിൽ തന്നെ കെജ്രിവാളിൻ്റെ ചർച്ചകൾ രാഷ്ട്രീയ രംഗത്ത് സജീവമായി വീണ്ടും തിരിച്ചു വന്നിരിക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഡൽഹി, ഹരിയാന, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ് ആം ആദ്മിക്ക് ശക്തമായ സ്വാധീനമുള്ള ഡൽഹിയും പഞ്ചാബും, ഒപ്പം അവർക്ക് കാര്യമായ വേരോട്ടമുണ്ട് എന്ന് പറയാവുന്ന ഹരിയാനയും ഹിമാചൽ പ്രദേശുമുണ്ട്. ഈ 4 സംസ്ഥാനത്തും കെജ്രിവാളിൻ്റെ സ്വാധീനം അളവറ്റതാണ് എന്ന് പറയേണ്ടതില്ല. അതുകൊണ്ട് കഴിഞ്ഞ തവണ BJP തൂത്തുവാരിയ ഈ സംസ്ഥാനങ്ങളിലെ സീറ്റുകളിലൊന്നും അവർക്ക് കഴിഞ്ഞ തവണത്തേതിൻ്റെ പകുതി പോലും ആത്മവിശ്വാസത്തോടെ
തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയില്ല എന്നുള്ളതാണ്. 400-ന്റെ കാര്യമുണ്ട്. കഴിഞ്ഞതിനേക്കാളും കൂടുതൽ സീറ്റ് നേടിയാലേ 400 സീറ്റ് ലഭിക്കുകയുള്ളൂ എന്ന് BJPക്ക് അറിയാം. അതുകൊണ്ട് കൂടിയാണ് ഈ സാഹചര്യത്തെ അവർ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട നിലയിൽ നേരിടുന്നത് എന്നുള്ളതാണ്. പിന്നെയുള്ളത് പശ്ചിമേന്ത്യയാണ്. മഹാരാഷ്ട്രയിൽ അടുത്ത 2 ഘട്ടം കൂടി വോട്ടെടുപ്പ് നടക്കാനുണ്ട്. മുംബൈ നഗരമേഖലയിലും ഇതിൽപ്പെടും. കഴിഞ്ഞ തവണ 48-ൽ 41 സീറ്റ് നേടിയാണ് NDA മത്സരത്തെ നേരിട്ട് വിജയിച്ചത്. എന്നാൽ ഇത്തവണ അതുപോലുള്ള സാഹചര്യമല്ല. ശിവസേനയെയും NCPയെയും പിളർത്തിക്കൊണ്ട് രാഷ്ട്രീയമായി കുതിരക്കച്ചവടത്തിന് സമാനമായ നീക്കം മഹാരാഷ്ട്രയിൽ BJP നടത്തിയിരുന്നു. എന്നാൽ NCPയുടെയും ശിവസേനയുടെയും പിളർപ്പിനെ സഹതാപ തരംഗ രാഷ്ട്രീയ സാഹചര്യമാക്കി മാറ്റാൻ ശരത് പവാറിനും താക്കറേക്കും കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനനുസരിച്ചിട്ടുള്ള നീക്കങ്ങളാണ് ഉദ്ധവും അദ്ദേഹം നടത്തുന്നത്, ശരത് പവാറും നടത്തുന്നത്. ഈ സാഹചര്യത്തെ കഴിഞ്ഞ തവണത്തേതിൻ്റെ അതേ നിലയിലുള്ള ആത്മവിശ്വാസത്തോടെ നേരിടാൻ BJPക്ക് കഴിയുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. സംസ്ഥാനം ഭരിക്കുന്നുണ്ട്, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ സംസ്ഥാനം ഭരിക്കുന്ന മറ്റ് പല സംസ്ഥാനങ്ങളെയും പോലെ കുതിര കച്ചവടത്തിലൂടെ അധികാരത്തിലേറി ഭരിക്കുമ്പോൾ ഉണ്ടാകുന്ന അടിത്തട്ടിൽ അനുകൂലമായ ജനകീയ പിന്തുണ ഇല്ലാത്തതിൻ്റെ പേടി BJPക്കുണ്ട്. ഇത് മഹാരാഷ്ട്രയിൽ സ്വാധീനിക്കുമെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ തവണ നേടിയ സീറ്റുകൾ ഇത്തവണ പൂർണ്ണമായും കൈക്കലാക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസം BJPക്കില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് അവർ എങ്ങനെ അതിജീവിക്കും എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ഇനിയുള്ളത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളാണ്. വടക്ക് കിഴക്ക് BJPക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന വിഷയങ്ങളുണ്ട്. പ്രത്യേകിച്ചും മണിപ്പൂർ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ട്. പൗരത്വ നിയമം അവിടുത്തെ സാധാരണ ജനജീവിതത്തെ തന്നെ ബാധിക്കുന്ന വിധത്തിലേക്ക് മാറിയിട്ടുണ്ട്. അതിനെ BJPക്ക് അതിജീവിക്കാൻ കഴിയുമോ എന്നുള്ള ആശങ്ക അവരുടെ ക്യാമ്പിൽ തന്നെ ഉയർന്നു വരികയാണ്. കിഴക്ക് ഒഡീഷയും ബംഗാളും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പല ഘട്ടങ്ങളായി, ബംഗാളിൽ എല്ലാ ഘട്ടത്തിലും വോട്ടെടുപ്പുണ്ട്. ഒഡീഷയിലും പ്രത്യേകിച്ച് BJPക്ക് ഭരണം പിടിക്കാം എന്നുള്ള പ്രതീക്ഷയിൽ അവർ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം നടക്കുന്നതുകൊണ്ട് അത്തരത്തിലുള്ള നീക്കം നടത്തുന്നുണ്ട്. ഒഡീഷയിൽ അവരുടെ ലക്ഷ്യം എത്രമാത്രം സാധ്യമാകും എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. ബംഗാളിൽ 32 സീറ്റുകളിൽ കൂടിയാണ് ഇനി തെരഞ്ഞെടുപ്പ് നടക്കാൻ ബാക്കിയുള്ളത്. കോൺഗ്രസും CPMും അടങ്ങുന്ന ഒരു 3ാം സഖ്യം കൂടി അവിടെ ഉണ്ട് എങ്കിലും BJPയുമായി നേരിട്ട് ഫൈറ്റ് ചെയ്യുന്നു എന്നുള്ള പ്രതീതി അവസാന ഘട്ടത്തിൽ സൃഷ്ടിക്കാൻ തൃണമൂലിന് സാധിച്ചു. അതുകൊണ്ട് തന്നെ BJP വിരുദ്ധ വോട്ടുകൾ തൃണമൂലിന് അനുകൂലമായി പോൾ ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. CPM കോൺഗ്രസ് സഖ്യം എന്തുമാത്രം മുന്നോട്ട് പോകും എന്നുള്ളതാണ് ബാക്കിയാകുന്ന ചോദ്യം. എന്നാൽ അവിടെ ഉണ്ടാകുന്ന വിജയം, അത് BJP വിരുദ്ധമായ വിജയമെല്ലാം ഇന്ത്യ മുന്നണിയിലേക്ക് ചേർക്കപ്പെടുന്നതാണ് എന്നുള്ള ഒരു അനുകൂല സാഹചര്യം കൂടി ഇന്ത്യ മുന്നണിക്കുണ്ട്. പിന്നെ ദക്ഷിണേന്ത്യയാണ്. കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകത്തിലും BJPക്ക് എന്തുമാത്രമാണ് പ്രതീക്ഷയുള്ളതെന്ന് നമുക്കറിയാം. ഈ സാഹചര്യത്തിൽ ദക്ഷിണേന്ത്യയിൽ നിന്ന് കൂടുതൽ സീറ്റുകൾ നേടി 400 എന്ന സ്വപ്നത്തിലേക്ക് അടുക്കാം എന്നൊക്കെയാണ് ആദ്യം അവർ പ്രഖ്യാപിച്ചിരുന്നത്. ആ സാഹചര്യം അല്ല ഇപ്പോൾ ഉള്ളത്. പ്രത്യേകിച്ചും കർണാടകത്തിൽ സമ്പൂർണ്ണമായ ആധിപത്യം ഉണ്ടായിരുന്ന കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ BJPക്ക് വലിയ തിരിച്ചടി നേരിടുന്ന സാഹചര്യമുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് 10 സീറ്റെങ്കിലും കോൺഗ്രസ് നേടുന്ന സാഹചര്യമുണ്ട് എന്നാണ് പല മാധ്യമങ്ങളുടെയും പ്രീ പോൾ സർവേയിലടക്കം വ്യക്തമായിരുന്നത്. മാത്രമല്ല BJPക്ക് അവിടെ സ്മൂത്തായ സാഹചര്യമില്ല. പ്രത്യേകിച്ചും രേവണ്ണയുമായി ബന്ധപ്പെട്ട് വന്ന ആരോപണങ്ങൾ നേരത്തെ തന്നെ ചർച്ചകളിലുണ്ടായിരുന്നു. ഇത്ര സജീവമായിരുന്നില്ല. വോട്ടെടുപ്പിന് ശേഷമാണ് സജീവമായത് എങ്കിലും അത് മറ്റ് തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കും. ഈ സാഹചര്യത്തിലും കർണാടകത്തിൽ നേരത്തെയുള്ള മേൽക്കൈ കോൺഗ്രസിന് നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ചുരുങ്ങിയത് 10 സീറ്റെങ്കിലും നേടാൻ കഴിയും എന്ന് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നു. ഇനി തമിഴ്നാട്ടിലും കേരളത്തിലും കഴിഞ്ഞില്ലെങ്കിലും കർണാടകത്തിൽ പഴയ നില തുടരാം എന്നുള്ള പ്രതീക്ഷയ്ക്ക് കടക്കൽ കത്തി വീഴുന്ന സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളത് പ്രത്യേകമായി എടുത്തു പറയേണ്ടതില്ല. എന്നാൽ ദക്ഷിണേന്ത്യയിലെ തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും 13-നാണ് വോട്ടെടുപ്പ് 4ാം ഘട്ടത്തിൽ. ഈ മേഖലയിൽ ഇതോടുകൂടി വോട്ടെടുപ്പ് പൂർത്തിയാകും. പിന്നെ എല്ലാ സംസ്ഥാനങ്ങളും പൂർത്തിയായി. തെലങ്കാനയിൽ ആണ് അവർക്ക് പ്രതീക്ഷയുള്ളത്. BRS ദുർബലമായി, BJP കൂടുതൽ വളരും എന്നുള്ള പ്രതീക്ഷ അവർക്കുണ്ട്. ആന്ധ്രയിൽ TDP സഖ്യം വഴി നില മെച്ചപ്പെടുത്താനാണ് BJPയുടെ നീക്കം. തെലങ്കാനയിൽ BJP വിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കാനുള്ള സാഹചര്യവുമുണ്ട്. BRS ദുർബലമാണ് എങ്കിലും കോൺഗ്രസ് ശക്തമായ നിലയിൽ അവിടെ ഭരണത്തിൽ തന്നെ വന്ന സാഹചര്യമുണ്ട്. അവർ തമ്മിലുള്ള മത്സരം കൂടി വന്ന സ്ഥിതിക്കാണ് BJPക്ക് പ്രതീക്ഷയുള്ളത്. ഒപ്പം ആന്ധ്രാപ്രദേശിൽ ചന്ദ്രബാബു നായിഡുവിൻ്റെ നേതൃത്വത്തിൽ പഴയ കാലത്തേക്ക് തിരിച്ചു പോകാം, BJP സഖ്യത്തിലൂടെ തിരിച്ചു പോകാം എന്നുള്ള പ്രതീക്ഷ അവർക്കുണ്ട്. അത് ദക്ഷിണേന്ത്യയിൽ കർണാടകത്തിലുണ്ടാകുന്ന കുറവുകൾ നികത്താൻ സഹായിക്കും എന്നാണ് അവർ പ്രതീക്ഷ വയ്ക്കുന്നത്. എന്തായാലും രാജ്യത്താകെയുള്ള തെരഞ്ഞെടുപ്പ് 3 ഘട്ടം പൂർത്തിയായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ BJPക്ക് അനുകൂലമായ സമ്പൂർണ്ണമായും ഭരണം പിടിക്കാവുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ 400 പോയിട്ട് മിനിമം ഭരണം പിടിക്കാവുന്ന ഭൂരിപക്ഷം പോലും ലഭിക്കും എന്ന നിലയിലേക്ക് സഞ്ചരിക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഇത് എന്ന തോന്നൽ അവർക്കില്ല. BJP പാളയത്തിലെ ഭീതി ഏറ്റവും ഒടുവിൽ കെജ്രിവാളിൻ്റെ രൂപത്തിൽ
ഭൂരിപക്ഷത്തിലാണ് മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് പ്രത്യേകമായി പറയാനുള്ളത്. ഇനി കെജ്രിവാൾ പുറത്തിറങ്ങുന്ന ഘട്ടം കൂടി അതിൻ്റെ അവസാന നിലയിലേക്ക് കടന്നാൽ BJP വലിയ തിരിച്ചടി ഏൽക്കേണ്ടി വരും എന്നുള്ളതാണ് ഒരു കാര്യം. ഈ സാഹചര്യത്തിൽ ഈ രണ്ട് ഘടകങ്ങൾ ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളുടെ വിധിയെ നിർണായകമായി സ്വാധീനിക്കും. അയോധ്യ രാമക്ഷേത്രം എന്നൊക്കെ പറഞ്ഞ് സമ്പൂർണ്ണമായി 400ലേക്ക് എത്താമെന്നും വിചാരിച്ച് മുന്നോട്ട് പോയ മോദിക്ക് തിരിച്ചടിയാകുന്നത് അരവിന്ദ് കെജ്രിവാളും ഹരിയാനയും അപ്രതീക്ഷിതമായി നൽകുന്ന ഈ ആഘാതത്തിലൂടെയാണ്. താൻ കുഴിച്ച കുഴിയിൽ തന്നാൽ എന്ന് പറഞ്ഞതുപോലെ തന്നെ സ്വയം കുഴിച്ച കുഴിയിൽ സ്വയം വീഴുന്ന സാഹചര്യമാണ് BJPക്കുള്ളത്. തെരഞ്ഞെടുപ്പ് വരും ഘട്ടങ്ങളിൽ പുരോഗമിക്കുമ്പോൾ കൂടുതൽ വിലയിരുത്തലുകളുമായി നമുക്ക് വരാം. നന്ദി, നമസ്കാരം.